നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇറാനിലേക്ക് തന്നെയാണ്. ഇപ്പോൾ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വെനസ്വേലയിലെ ഭരണമാറ്റം. വെനസ്വേലയിൽ ഭരണമാറ്റം നടക്കുന്നത് കണ്ടിട്ട് ഇറാനിൽ ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടാകും എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് വെനസ്വേലയിൽ നടന്നു, അതുപോലെ തന്നെ ഇറാനിൽ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് ചില പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത്. അതായത് സർക്കാരിനെ മാറ്റുക, പ്രസിഡന്റിനെ പുറത്താക്കുക, വിദേശ ശക്തികളുടെ ഇടപെടലുകൾ അവയുണ്ടാകുക, ഇതെല്ലാം ഇറാനിൽ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്നാൽ അതിനുള്ള ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാനായിട്ടുള്ള പ്രധാന കാരണം, വെനസ്വേല നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വെനസ്വേലയിലെ സൈനിക നേതൃത്വം, അവയിൽ വലിയൊരു വിഭാഗം തന്നെ ഈ വെനസ്വേലൻ സർക്കാരിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ഭരണകൂടത്തിന് തന്നെ ആ രാജ്യത്തുള്ളൊരു നിയന്ത്രണം അതൊരു പരിധിവരെ നഷ്ടമായിട്ടുണ്ട് എന്നാണ് മിഡിൽ ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇറാനിലേക്ക് നോക്കുക. ഇറാനിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ടോ? പ്രതിഷേധങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്, അതൊരു വസ്തുത തന്നെയാണ്. എന്നാൽ ആ പ്രതിഷേധങ്ങൾ പോലും ചില പ്രദേശങ്ങളിൽ മാത്രമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ സൈന്യം ഒരിക്കൽ പോലും സർക്കാരിനെതിരെ നിന്നിട്ടില്ല. ഇറാൻ സർക്കാരിനൊപ്പം തന്നെയാണ് അവിടെയുള്ള സൈന്യവും നിന്നിട്ടുള്ളത്. അതായത് വെനസ്വേലയിൽ നടന്ന പോലെ ഒരു കാര്യം ഇറാനിൽ നടക്കില്ല എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇറാന് വിദേശ സമ്മർദ്ദങ്ങൾ അത് നേരിട്ട് നല്ല പരിചയമുണ്ട്. 40 വർഷത്തിന് മുകളിൽ തന്നെ ഇറാൻ ഇത്തരം ഉപരോധങ്ങൾ അവ നേരിടുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ എനർജി രംഗത്തും അതുപോലെ തന്നെ ഡിഫൻസ് രംഗത്തും, ഈ രണ്ട് രംഗത്തും ഇറാൻ സ്വയം പര്യാപ്തത അത് കൈവരിച്ചിട്ടുള്ളൊരു രാജ്യമാണ്. ഇറാൻ്റെ ആയുധങ്ങൾ കൂടുതലും ഇറാൻ്റെ തന്നെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതിനാൽ തന്നെ ഇത്തരം ആവശ്യങ്ങൾക്കൊന്നും തന്നെ ഇറാന് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല. റഷ്യ പോലെയുള്ള ഒരു സൂപ്പർ പവർ വരെ ഇറാനിൽ നിന്നാണ് ഈ ഡ്രോണുകൾ മറ്റും വാങ്ങിക്കുന്നത്. ഇത്രയും സ്വയം പര്യാപ്തമായിട്ടുള്ള ഇറാനെ പോലുള്ളൊരു രാജ്യം ഒരിക്കലും വെനസ്വേലയുമായിട്ട് കമ്പയർ ചെയ്യരുത് എന്നാണ് മിഡിൽ ഈസ്റ്റ് ഐയുടെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊരു വാർത്ത ഇറാനിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഇറാനിൽ ആഴ്ചകളായി തുടരുന്ന പ്രതിഷേധങ്ങൾ, അതിനെ തുടർന്ന് ഇപ്പോൾ ഇറാൻ സർക്കാർ തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും മാസ അലവൻസ് നൽകുമെന്നാണ് ഇപ്പോൾ ഇറാൻ സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ്റെ സർക്കാർ വക്താവ് സ്റ്റേറ്റ് ടിവിയിലൂടെയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഓരോ വ്യക്തിക്കും ഒരു മാസം 1 മില്യൺ ടെമോർ നൽകാനായിട്ടാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്നാൽ പണം നേരിട്ട് കൈമാറില്ല, ഇത് ബാങ്ക് അക്കൗണ്ടിലൂടെ ക്രെഡിറ്റ് ആയിട്ടായിരിക്കും നൽകുന്നത്. ഇത് 4 മാസം ഇവർക്ക് തുടർച്ചയായി തന്നെ കിട്ടുകയും ചെയ്യും. അതായത് കുറഞ്ഞ വരുമാനമുള്ള അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതൊരു സഹായകരമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. ഇറാൻ സർക്കാർ പറയുന്നത് ഇത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നാണ്. ഇറാനിൽ കൂടുതൽ പേരും ക്യാഷ് ഉപയോഗിക്കാറില്ല. അവർ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് കാർഡുകളും അതുപോലെ തന്നെ മൊബൈൽ പേയ്മെൻറ്റുകളുമാണ് അവർ കൂടുതലായി ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരം ഒരു ക്രെഡിറ്റ് സംവിധാനം ഇറാൻ സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അത് വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ വരുന്നത്. അതുപോലെ തന്നെ ഇറാനിലെ ഇൻഫ്ലേഷൻ നിരക്ക് ഇപ്പോൾ 52% എത്തി നിൽക്കുകയാണ്. ഇത്തരം നിരവധി കാര്യങ്ങൾ ഇപ്പോഴും അവിടെ പ്രശ്നമായി തന്നെ, ഇറാനെ സംബന്ധിച്ച് റിസോൾവ് ചെയ്യേണ്ട പ്രശ്നമായി തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് 1 വർഷം മുമ്പ് വാങ്ങിയ സാധനങ്ങൾക്ക് ഇന്ന് ഇരട്ടിയോളം വില വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇത്തരം ഉപരോധങ്ങളും മറ്റുമെല്ലാം വന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സ്ഥിതിയിലേക്ക്, സാമ്പത്തികമായി നോക്കിയാൽ ഇത്തരമൊരു സ്ഥിതിയിലേക്ക് ഇറാൻ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ചും ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്നിപ്പോൾ 8ാം ദിവസമാണ് ഇത്തരം പ്രതിഷേധങ്ങൾ തുടങ്ങിയിട്ട്. 40-ലധികം പ്രദേശങ്ങളെ ഇത്തരം പ്രതിഷേധങ്ങൾ നേരിട്ടോ അല്ലാതെയോ ബാധിച്ചിട്ടുണ്ട്. അതായത് ഇത്തരം നഗരങ്ങൾ കൂടുതലായിട്ടും ഇറാനെ സംബന്ധിച്ച് അവരുടെ ഒരു പടിഞ്ഞാറൻ ഭാഗത്താണ് ഇത്തരം സമരങ്ങളും കാര്യങ്ങളുമെല്ലാം കൂടുതലായി നടക്കുന്നത്. അത്തരമുള്ള നഗരങ്ങൾ കൂടുതലായിട്ടുള്ളത് ഇറാൻ്റെ പടിഞ്ഞാറൻ ഭാഗത്താണ്.
ഇത്തരം പ്രതിഷേധങ്ങളിൽ ഇപ്പോൾ 12 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൽ സുരക്ഷാ സേനാംഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഇറാൻ സർക്കാർ ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ പ്രതിഷേധങ്ങൾ, അതായത് ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ അത് ശമിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഇറാൻ സർക്കാർ.